ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഭരണിക്കാവ് പട്ടാപ്പകൽ മാല പൊട്ടിച്ചോടിയ മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടി യുവതി. ഭരണിക്കാവ് സ്വദേശി നെൽസനാണ് പട്ടാപ്പകൽ മാല മോഷ്ടിച്ചത്. രജനി നടത്തുന്ന ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്ന സ്ഥാപനത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്നുള്ള വ്യാജേന ഇയാൾ എത്തുകയായിരുന്നു. തുടർന്ന് മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ. മനീഷ് ബഹിവാരി വാർത്തയുടെ വിവരങ്ങൾ നൽകും. മനീഷ്, കള്ളൻ എത്തിയ സ്ഥലം, കള്ളൻ തൊട്ടുകളിച്ച ആൾ മാറിപ്പോയി അല്ലേ? വലിയ അഭിനന്ദനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കാണാം നമുക്ക് ഈ ഒരു സ്ത്രീക്ക്. അതായത് ഒരു കള്ളനെ ഓടിച്ചിട്ട് പിടികൂടിയായിരുന്നു. ഒരു മനസ്സാന്നിധ്യം, ധൈര്യം, അത് 100% അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഷിയാസ്, അപ്രതീക്ഷിതമായ ഒരാൾക്ക് ആക്രമണം നേരിടേണ്ടി വരുമ്പോഴും സ്വന്തം കഴുത്തിൽ കിടക്കുന്ന ആഭരണം അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോഴും പലരും പതറിപ്പോകുന്ന നിമിഷങ്ങളാണ്. പക്ഷേ രജനി എന്ന വീട്ടമ്മ ഇവിടെ സധൈര്യം ആ കള്ളനെ പിടികൂടുകയും മാല തിരിച്ചു വാങ്ങുകയും ചെയ്തു എന്ന ഒരു സംഭവമാണ് ഇന്നലെ കായംകുളം കൃഷ്ണപുരത്തുണ്ടായത്. ആ സംഭവം ഇങ്ങനെയാണ്. കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമായ റാം കിഷോറിന്റെ ഭാര്യ രജനി കൃഷ്ണപുരം പഞ്ചായത്തിന് സമീപത്ത് തന്നെയുള്ള പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്ത് തന്നെയുള്ള ഒരു ബിൽഡിംഗ് പ്ലാൻ സ്ഥാപനം നടത്തുകയാണ്. ഇന്നലെ ആ ബിൽഡിംഗ് സ്ഥാപനത്തിലേക്ക് ഒരാൾ വരുന്നു, ആ പ്ലാനിംഗ് സ്ഥാപനത്തിലേക്ക് ഒരാൾ വരുന്നു. ചില കാര്യങ്ങൾ, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അങ്ങനെ ചോദിച്ചറിയുന്നതിനിടയിൽ ഇയാൾ പിന്നിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് രജനിയുടെ പിന്നിൽ കഴുത്തിലേക്ക് കുത്താൻ വരുന്നു. രജനി ഇത് കണ്ട് തടുക്കുന്നു. ഈ തടുക്കുന്ന സമയത്താണ് കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് ഇയാൾ പെട്ടെന്ന് കടന്നു കളയുകയാണ്. പിന്നാലെ രജനി പതറിയില്ല, ഒരു നിമിഷം പോലും പതറാതെ ഇയാളുടെ പിന്നാലെ ഓടി. ഇയാൾ സ്കൂട്ടറിൽ കയറി, സ്കൂട്ടറിന്റെ പുറകിൽ കയറി പിടിച്ചു. ഇയാൾ സ്കൂട്ടറിൽ വീണ്ടും യാത്ര തുടർന്ന സമയത്ത് രജനി ആ സ്കൂട്ടറിന്റെ പിന്നിൽ പിടിച്ച് കിടന്നു എന്നാണ്. രജനിയെ വലിച്ചിഴിച്ചുകൊണ്ട് അല്പനേരം ഈ വാഹനം നീങ്ങി. പിന്നീട് നിയന്ത്രണം തെറ്റി മറ്റൊരു നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിന്നിൽ ഈ സ്കൂട്ടർ ഇടിച്ചതോടെ നിയന്ത്രണം തെറ്റി ഇയാൾ താഴെ വീണു. അങ്ങനെ നാട്ടുകാർ ഈ ബഹളവും ഈ കാഴ്ചയും കണ്ട് അടുത്തെത്തി ഇയാളെ പിടികൂടി കായംകുളം പോലീസിനെ ഏൽപ്പിച്ചു. ഇയാളുടെ പേര് നെൽസൺ എന്നാണ്. ഇയാൾ ഭരണിക്കാവ് സ്വദേശിയാണ്, 30 വയസ്സാണ്. ഇതേ ദിവസം തന്നെ ഇന്നലെ ഓച്ചിറ പരബ്രഹ്മം എന്ന ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപത്ത് ഒരു വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന ആഭരണം ഇയാൾ പിടിച്ചു പറിച്ച ശേഷമായിരുന്നു ഇയാൾ നേരെ കൃഷ്ണപുരത്ത് എത്തിയത്. ശരി മനീഷ്, അപ്പോൾ ഒരു സ്ഥിരം മോഷ്ടാവാണ് എന്നാണെങ്കിലും രജനിയുടെ ധൈര്യത്തിന് നമുക്കും കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്.